എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ആ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ തന്നെ താഴെ വന്നു. പിന്നീട് സെക്കൻഡ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ അല്പം മേലെ പോയി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു സ്ട്രോങ് കൺസോൾട്ടേഷൻ, ഒരു സൈഡ് വേ തന്നെയായിരുന്നു. സൈഡ് വേ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. സ്കാൽപ്പേഴ്സിന് 100 പോയിൻറ്റിന് അകത്തായിട്ടാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, വലിയ പ്രോഫിറ്റുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, അതായത് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്നത് പോലെ ഒരു പ്രോപ്പറായ എൻട്രി ലഭിച്ചിട്ടില്ല. എൻട്രി ലഭിച്ചു, പക്ഷേ നമുക്ക് ഒരു ഹ്യൂജ് പ്രോഫിറ്റൊന്നും ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു സൈഡ് വേ മാർക്കറ്റ് കൊണ്ട് തന്നെയാണ്. അതേസമയം നമുക്ക് സ്കാൽപ്പിംഗ് നടത്താൻ ഒരു 10 പോയിൻറ്റ് 30 പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഒരു 30 25, അതുപോലെ നിഫ്റ്റിയിലാണെങ്കിൽ ഒരു 10 to 15 പോയിൻ്റൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാർക്കറ്റ് തന്നെയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിന്ന് പ്രോഫിറ്റിലാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം താഴെ വന്നു. അവസാനം ഒരു 31 പോയിൻ്റ് പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ആ ഒരു സെയിമായ രീതി തന്നെയായിരുന്നു. പക്ഷേ നിഫ്റ്റിയിലും വെച്ച് അത്യാവശ്യം ചെറുതായിട്ട് താഴേക്കാണ് ഇറങ്ങി വന്നത്. ഒരു ചാനൽ പാറ്റേൺ, അതായത് ഇന്നത്തെ ഒരു ദിവസമാണ് ഇത്, ഒരു ചാനൽ പാറ്റേൺ ഫോമായി ചെറുതായിട്ട്. പക്ഷേ അവസാനം ക്ലോസ് ചെയ്തത് നെഗറ്റീവിൽ തന്നെയാണ്. നിഫ്റ്റി പോസിറ്റീവിലും ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിലുമാണ് ക്ലോസ് ചെയ്തത്. 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു സിഗ്സാഗിലൂടെ തന്നെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ട്രാവലിംഗ്. കണ്ടോ, ഇങ്ങനെ തന്നെയായിരുന്നു ഒരു സൈഡ് വേ. ഈ ഒരു റേഞ്ചിന് അകത്താണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് നടന്നിട്ടുള്ളത്, ഏകദേശം 400 പോയിൻറ്റിന് അകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ പ്രോഫിറ്റ് 25-30 പോയിൻറ്റുകളിൽ ആ ഒരു പ്രോഫിറ്റുകളാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി തുടക്കം മുതൽ തന്നെ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് വന്നത്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. നിഫ്റ്റി വേറെ ഒരു റൂട്ടിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വേറെ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ 24,600 മുകളിലാണ് എൻട്രി പറഞ്ഞിരുന്നത്. 24,550 മുകളിൽ പോകാം. പക്ഷേ 24,600 ചെറിയ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അതിനുശേഷം പോയാൽ മതി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. 15 മിനിറ്റ് ക്യാൻഡിൽ വേണ്ട, 1 മണിക്കൂർ ക്യാൻഡിലല്ലേ നമ്മൾ അനാലിസിസ് ചെയ്യൽ. നോക്കൂ, 24,500, അതായത് ഓപ്പൺ ചെയ്ത് 24,636 അവിടുന്ന് നേരെ താഴേക്ക് വരികയാണ് ചെയ്തത്. 1 അവർ ക്യാൻഡിൽ തന്നെ 24,566 വരെ വന്നു. പിന്നീട് അവിടുന്ന് 24,522 വന്നതിന് ശേഷമാണ് അല്പം മുകളിലേക്ക് പോയത്. മുകളിലേക്ക് പോയി നമ്മൾ പറഞ്ഞ 24,600 ഏത് തരത്തിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ. എത്ര കറക്റ്റായിട്ടാണ് 24,600 റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് 24,550 നമുക്ക് എടുത്ത് പോകാമെന്നാണ്. 24,550 എൻട്രി എടുത്ത് പോകാം എന്നാണ് പറഞ്ഞത്. 1 അവർ ക്യാൻഡിലിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ, മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് എൻട്രി, ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ആയിട്ടുണ്ടാവും. 4ാമത്തെ ക്യാൻഡിൽ എൻട്രി ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ എൻട്രി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെറിയ ഒരു പോയിൻ്റാണ്. അത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു 50 പോയിൻറ്റിനകത്താണ് ഇൻഡെക്സ് മൂവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് പ്രീമിയത്തിൽ എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ്ടോ 44 പോയിൻ്റ് ഗ്യാപ്പാണ്. മാത്രമല്ല നമുക്ക് ഇവിടെ റീട്രേസിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് എൻട്രി കിട്ടുള്ളൂ. ഒരു 30-35 പോയിൻ്റാണ് ഇൻഡെക്സിൽ കിട്ടുക. അതുകൊണ്ട് ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് കണ്ടുകൊണ്ടാണ് 24,600 എൻട്രി എടുത്തിട്ട് പോകാൻ പറഞ്ഞത്. നോക്കൂ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെസിസ്റ്റൻസ് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. അപ്പോൾ നമുക്ക് അതിൽ ഇന്ന് നിഫ്റ്റിയിൽ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടില്ല. അതേപോലെ തന്നെ നിഫ്റ്റി താഴേക്ക് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. താഴേക്ക് 24,200 താഴെയാണ് പറഞ്ഞത്. 24,200 താഴെയാണ് പറഞ്ഞത്. ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 24,520. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് താഴേക്കും മേലേക്കും കിട്ടിയില്ല. അതേപോലെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 50,510 50,510 മുകളിലാണ് ഒരു എൻട്രി പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇവിടെ 50,510 താഴെ ഫസ്റ്റ് 1 അവർ ക്യാൻഡിൽ താഴെ വന്ന് 50,386 വരെ വന്ന് പിന്നീട് അവിടെ നിന്ന് മുകളിലേക്കും പോയി, പിന്നീട് താഴെ വന്ന് മുകളിൽ പോയി
ഒരു തവണ 50,510 മുകളിൽ ക്രോസ് ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്തില്ല. വീണ്ടും താഴെ വന്ന് തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും എൻട്രി ലഭിച്ചിട്ടില്ല, താഴേക്കും എൻട്രി ലഭിച്ചിട്ടില്ല. പൊതുവേ സൈഡ് വേ മാർക്കറ്റിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള നമ്മൾ ഡെയിലി അനാലിസിസ് ചെയ്ത് പറയുന്ന രൂപത്തിൽ. ഇനി ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, 1 അവർ ക്യാൻഡിലേക്ക് മാറ്റട്ടെ. എന്നാലാണ് നമ്മൾ 1 അവർ ക്യാൻഡിലാണ് നോക്കാറ്. നോക്കൂ, 19-ാം തീയതി ഓപ്പൺ ചെയ്തത് 23,062 പിന്നീട് നേരെ താഴെ വന്ന് 22,912 വരെ വന്നു. 923 ക്ലോസ് ചെയ്തു. പിന്നീട് നമ്മൾ 23,000 മുകളിലാണ് ഒരു എൻട്രി പറഞ്ഞിരുന്നത്. പക്ഷേ ആ റെസിസ്റ്റൻ്റ് നോക്കൂ എത്ര റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് എടുത്ത് 2 തവണ 2 തവണ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നു. അതിനുശേഷം പിന്നീട് അത് മുകളിലേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി ലഭിച്ചില്ല. അതേസമയം മിഡ് ക്യാപ് നിഫ്റ്റിയിൽ 12,770 മുകളിലാണ് എൻട്രി പറഞ്ഞത്. 12,770 മുകളിൽ. ഇതും 12,798 ഓപ്പൺ ചെയ്ത് താഴേക്ക് വരികയാണ് ചെയ്തത്. താഴേക്ക് വന്നിട്ട് മൂന്നാമത്തെ 1 അവർ ക്യാൻഡിൽ ക്രോസ് ചെയ്തു. 12,770 ക്രോസ് ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്തില്ല. വീണ്ടും താഴെ വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക്, പക്ഷേ അതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം, 12,735 ഒരു എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 35 പോയിൻ്റ് ഗ്യാപ്പിൽ ആയതുകൊണ്ട് നമുക്ക് അത് വേണ്ട. ഫർദറായിട്ട് നമുക്ക് അപ്പ് മൂവ്മെൻറ്റ് വേണമെങ്കിൽ 12,770 എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ 12,735 ചിലർ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതാ ഇവിടെ അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് അവർ ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ 12,735 മുകളിൽ. എന്നിട്ട് സെക്കൻഡ് ക്യാൻഡിൽ, അതായത് ലാസ്റ്റ് ക്യാൻഡിൽ നമുക്ക് 12,760 എൻട്രി ലഭിച്ചിട്ടുണ്ടാവുക. 12,760 എൻട്രി ലഭിച്ചിട്ട് എന്താണ് കാര്യം നോക്കൂ, 770 വീണ്ടും റെസിസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ടാണ് 12,770 തന്നെ പറഞ്ഞത്. ഓക്കെ, ഇനി നാളേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ട്രേഡിംഗ് ചാർട്ടിൽ മുമ്പിലിരിക്കണം. പല ആളുകളും നമ്മുടെ ഗ്രൂപ്പിൽ സിഗ്നൽ വാങ്ങിയിട്ട് ട്രാവലിംഗ് സമയത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്, ചില ആളുകൾ ഓഫീസ് ഡ്യൂട്ടി ടൈമിലാണ് ട്രേഡ് ചെയ്യുന്നത്. മൂന്നാമത്, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ട്രേഡ് എടുക്കുന്നത്. ഇതെല്ലാം നിങ്ങളെ ലോസിൽ കൊണ്ടെത്തിക്കും. ഒന്ന്, ട്രാവലിംഗ് സമയത്ത് നിങ്ങൾ മാറ്റിവെച്ചേക്കോ, ഇനി നമുക്ക് ദിവസങ്ങളുണ്ടല്ലോ, അത് വേണ്ട. ഓക്കെ. അതേപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത്, വീട്ടിൽ പെട്ടെന്ന് നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഗസ്റ്റുകളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ട്രേഡ് എടുക്കരുത്. ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ നാട്ടു വർത്തമാനത്തിലേക്ക് പോകും. ഇത് നിങ്ങൾക്ക് ശ്രദ്ധ മാറും. അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കപ്പോൾ എക്സിറ്റ് അടിക്കാനോ ഫർദറായ ഒരു SL വയ്ക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് ഗസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. പിന്നെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം കിച്ചണിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കരുത്. നിങ്ങൾ ചിലപ്പോൾ കൈ വെള്ളത്തിലായിരിക്കും. ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കേണ്ടി വരിക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരിക. ആ സമയത്ത് നിങ്ങൾക്ക് നനഞ്ഞ കൈയോടുകൂടി ഫോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ട്രാവലിംഗ്, ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത്തരത്തിൽ സമയമില്ല, നിങ്ങൾക്ക് യാത്രയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവർ സീറ്റിലാണ്, അല്ലെങ്കിൽ കിച്ചണിലാണ്, അല്ലെങ്കിൽ ഗസ്റ്റുകളുടെ മുന്നിലാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടെങ്കിൽ രാവിലെ 10 മണി മുതൽ ഒരു 11 മണി വരെ നിങ്ങൾ 1 മണിക്കൂർ ടൈം ഇതിനായിട്ട് മാറ്റിവെച്ചാൽ മതി. ആ സമയത്ത് 1-2 നമുക്ക് പ്രോഫിറ്റബിളായ ട്രേഡ് കിട്ടും. നിങ്ങൾക്ക് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മിണ്ടാതെ ഇരിക്കുക അന്നൊരു ദിവസം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നാളേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളേക്ക് ട്രേഡ് എടുക്കാനുള്ളത് 24,579 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,640 മുകളിൽ നമുക്കൊരു എൻട്രി എടുത്ത് പോകാം. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 24,695. 24,700 എന്ന് തന്നെ വെച്ചോളൂ. 24,700 ഉള്ളിൽ നിങ്ങളൊന്ന് ഇറങ്ങേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് ഫർദറായിട്ട് മുകളിലേക്ക് എടുത്തു പോകാം. ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ 24,200 തന്നെ, 24,200 താഴെ നിങ്ങൾക്ക് എൻട്രി എടുത്ത് വരാം. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിൽ പറയുകയാണെങ്കിൽ 50,800 മുകളിൽ
നമ്മൾ ഇന്നലെ പറഞ്ഞ സെക്കൻഡ് എൻട്രി, അതായത് ഫസ്റ്റ് എൻട്രിക്ക് ശേഷം സെക്കൻഡ് എൻട്രി പറഞ്ഞിരുന്നല്ലോ 50,800 മുകളിൽ നമുക്കൊരു ഫർദറായിട്ട് എൻട്രി എടുത്ത് പോകാമെന്ന്. 50,800 മുകളിൽ നിങ്ങൾക്ക് എടുത്തു പോകാം. നിങ്ങൾ റെസിസ്റ്റൻസ് അപ്പോൾ 51,300 ഓക്കെ, 400-500 പോയിൻറ്റിൻ്റെ ഗ്യാപ്പുണ്ട്. ഇനി താഴേക്കാണ് നിങ്ങൾക്ക് എൻട്രി എടുക്കുന്നത്. ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് 49,670 താഴെ. അതിന് മുമ്പ് ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട് ഇവിടെ. ഇന്നത്തെ 50,300 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുത്ത് വരാം. എന്തായിരുന്നാലും ഇതുവരെ നിങ്ങൾക്ക് കിട്ടും. 49,800 വരെ സുഖസുന്ദരമായി വരും, 50,300 താഴെ. ഓക്കെ, അപ്പോൾ ഇത് വേണ്ട, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത്രയൊക്കെ കിട്ടിയാൽ മതി. ഒരു 300 പോയിൻ്റ് കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. 50,300 താഴെയും 50,800 മുകളിലും ബാങ്ക് നിഫ്റ്റി. ഇനി ഫിം നിഫ്റ്റി 23,060 മുകളിൽ, 23,060 മുകളിൽ നിങ്ങൾക്കൊരു എൻട്രി പോസിബിളാണ്. 23,160 റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം പിന്നെ അടുത്ത റെസിസ്റ്റൻസ് 23,360 അപ്പോൾ ശ്രദ്ധിച്ചോളൂ. 23,060 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി ഉണ്ട്. ഒരു 100 പോയിൻ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് മാറി നിൽക്കണം. അതിനുശേഷം 23,160 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദറായി എൻട്രി എടുത്ത് പോകാം. താഴേക്ക് വരികയാണെങ്കിൽ 22,870 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ സൈഡും എടുത്ത് വരാം. ഓക്കെ, ഇതാണ് ഫിൻ നിഫ്റ്റിയിൽ. ഇനി മിഡ് ക്യാപ് നിഫ്റ്റി നമ്മൾ ഇന്നലെ പറഞ്ഞ 12,770 തന്നെയാണ്. 12,770 മുകളിൽ നിങ്ങൾക്കൊരു എൻട്രി എടുക്കുക. 12,810 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. 12,810 എന്ന് പറയുമ്പോൾ ഒരു 40 പോയിൻറ്റിന് ഉള്ളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12,850 വരെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ താഴെ വരികയാണെങ്കിൽ 12,650 താഴെ നിങ്ങൾക്ക് ഡൗൺ സൈഡും എടുത്തു വരാം. ഈ 4 ഇൻഡെക്സുകളുടെയും ചാർട്ടിൽ നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് ഓരോ ക്യാൻഡിൽ സൂക്ഷ്മമായി വീക്ഷിച്ച് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുത്ത് പോവുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.